നീ യഹൂദരുടെ രാജാവാണോ? നീ തന്നെ പറയുന്നുവല്ലോ. ജനത്തെ വഴിപിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഇതാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇവനെ ഞാൻ വിസ്തരിച്ചു. നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഇവനിൽ ഞാൻ കണ്ടില്ല. ഹെരോദോസും കണ്ടില്ല. അവൻ ഇവനെ എൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചിരിക്കുകയാണ്. മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല. ആയതിനാൽ ഞാൻ ഇവനെ ചമ്മട്ടി കൊണ്ടടിച്ച് വിട്ടയക്കും. ഇവൻ എന്ത് തിന്മയാണ് പ്രവർത്തിച്ചത്? വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ ഇവനിൽ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കും. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അത് നിങ്ങളുടെ കാര്യമാണ്. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ. നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അതിന് ഞങ്ങൾക്കെന്ത്? അത് നിന്റെ കാര്യമാണ്. ഇത് രക്തത്തിൻ്റെ വിലയാകയാൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് അനുവദനീയമല്ല. ഈ പണം കൊണ്ട് വിദേശീയരെ സംസ്കരിക്കുവാൻ വേണ്ടി കുശവന്റെ പറമ്പ് വാങ്ങും. ചോര പൊടിഞ്ഞു വാനം കാൽവരി മാമലേ, ശോണിത ശോഭയാ എൻ രാജൻ ക്രൂശതിൽ ആമാര തുണിൽ തീർത്തു സിംഹാസനം പ്രിയൻ, മുൾമൂടി കിരീടം മോടിയായി ചാർത്തിയോ. രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ. യേശുനാഥൻ ഗാഗുൽത്തായിൽ കുരിശുമരത്തിൽ
മൃത്യുവരിച്ചു സൃഷ്ടികളഖിലം ശോകമിയെന്നു ഭൂതലമഖിലം ഞെട്ടിവിറച്ചു